പ്രവാചകന്റെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ എല്ലാ രംഗത്തുള്ളവരോടും തങ്ങളുടെ ഭാര്യമാരോട്, കുട്ടികളോട് റസൂലുള്ളാഹിന്റെ ഉപദേശം പോലും ഏറ്റവും ശ്രേഷ്ഠമായിരുന്നു എന്ന് ഹദീസിന്റെ താളുകളിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഇതേ രൂപത്തിൽ ഒരിക്കൽ മദീനത്തെ പള്ളിയിൽ വലിയൊരു സദസ്സാണ്, സ്വഹാബത്തുണ്ട്, ശ്രേഷ്ഠരായ സ്വഹാബിമാരെല്ലാം ആ സദസ്സിലുണ്ട്. ആ സന്ദർഭത്തിലാണ് അമീനുൽ ഉമ്മ, എന്റെ ഉമ്മത്തിലെ വിശ്വസ്തൻ എന്നറിയപ്പെട്ട സ്വഹാബി വര്യൻ അബൂ ഉബൈദ ആമിർ ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹിന്റെ അടുക്ക വലിയ സ്ഥാനവും പദവിയുമുള്ള സ്വഹാബി വര്യനാണ്. ഈ സ്വഹാബി വര്യൻ ആ സദസ്സിലേക്ക്, സഭയിലേക്ക് കയറി വന്നു. എന്നിട്ട് ഈ സ്വഹാബി വര്യന്റെ ചോദ്യം, റസൂലേ, പ്രവാചകരെ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമാരെയാണ്? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണ്? റസൂലുള്ളാഹി പറഞ്ഞു, യഥാർത്ഥത്തിൽ ഈ സ്വഹാബി ചോദിക്കുന്നത് ഈ സ്വഹാബിന്റെ പേര് മറ്റാളുകൾക്കിടയിൽ നിന്ന് റസൂലുള്ളാഹി പറയണം, അത് മറ്റുള്ളവർ കേൾക്കണം എന്ന ഉദ്ദേശത്തിലാണ് ഈ സ്വഹാബി വര്യൻ ചോദിക്കുന്നത്. റസൂലുള്ളാഹിന്റെ മറുപടി, ആയിഷത, ആയിഷയാണ് ഏറ്റവും ഇഷ്ടം. അപ്പൊ ഈ സ്വഹാബിന്റെ അടുത്ത ചോദ്യം, റസൂലേ, ആയിഷ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണ്? അബൂഹ, അവളുടെ ഉപ്പയെയാണ്, അഥവാ അബൂബക്കറിനെയാണ് റളിയല്ലാഹു അൻഹു. അപ്പൊ വീണ്ടും ചോദ്യം, റസൂലേ, അബൂബക്കർ കഴിഞ്ഞാൽ ആരാണ്? ഈ ചോദ്യം ചോദിക്കും ഉമർ റളിയല്ലാഹു അൻഹു ഒന്നാമത്തെ സഫിലുണ്ട്. ഈ ചോദ്യം കേട്ടപ്പോൾ ഉമറിന്റെ മുഖം മാറിനാ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖം മാറി. ഉമറിന്റെ മുഖം റസൂലുള്ളാഹി ശ്രദ്ധിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു, ഉമറിനെയാണ് ഇഷ്ടം. വീണ്ടും ചോദ്യം, റസൂലേ, ഉമർ കഴിഞ്ഞാൽ ആരെയാണ്? റസൂലുള്ളാഹി പറഞ്ഞു, അബൂ ഉബൈദത്ത, അബൂ ഉബൈദ നിന്നെയാണ്. പിന്നീട് ഓരോ സ്വഹാബത്തും ഈ ചോദ്യം ചോദിക്കാൻ ആവേശം കാണിച്ചു എന്നാ. എന്നാൽ അബൂ ഉബൈദ എല്ലാവരെയും പിടിച്ചിരുത്താണ്. ഇനി ആരും ചോദ്യം ചോദിക്കണ്ട, ഇനി ആരെങ്കിലും ചോദിച്ചാൽ എൻ്റെ സ്ഥാനം പുറകിലായി പോകുമോ എന്ന ഭയം കൊണ്ട് ഞാൻ അവരെ പിടിച്ചിരുത്തി എന്ന് ചരിത്രത്തിൽ നമ്മൾ വായിക്കും. അത്രയേറെ ആളുകൾക്കിടയിൽ നിന്ന് തൻ്റെ പ്രിയതമയുടെ പേര്, ഭാര്യയുടെ പേര് ഉയർത്തിപ്പറയുമാർ അവസ്ഥയിൽ റസൂലുള്ളാഹിന്റെ ജീവിതത്തെ അവർ സ്വാധീനിക്കുകയും പ്രവാചകൻ ഏറെ ഇഷ്ടത്തോടുകൂടി തൻ്റെ ഭാര്യമാരെ സ്വീകരിക്കുകയും ചെയ്തിരുന്നു എന്ന് ഹദീസിന്റെ താളുകളിൽ വായിക്കും. ഇത് കുടുംബമാണെങ്കിൽ ഒരു ചെറിയ കുട്ടിയോട് പോലും, ഒരിക്കൽ വലിയ ഒരു വിരുന്നിന്റെ സദസ്സാണ്. പ്രവാചകന്റെ വലതുഭാഗത്ത് ഒരു ചെറിയ കുട്ടിയാണുള്ളത്. ഹദീസിൽ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ ഈ സംഭവം നമ്മൾ വായിച്ചെടുക്കാൻ കഴിയും. റസൂലുള്ളാഹിന്റെ വലതുഭാഗത്ത് ചെറിയ കുട്ടിയാണ്. ഹദീസിന്റെ ശറഹിൽ അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണെന്ന് കാണാം. റസൂലുള്ളാഹിന്റെ ഇടതുഭാഗത്ത് വലിയ കിബാരിയങ്ങളായ ശൈഖന്മാരായ വലിയ സ്വഹാബത്താണ്. അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുമ വലിയ വലിയ സ്വഹാബിമാരാണുള്ളത്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹിക്ക് ഒരു തോൽപാത്രത്തിൽ കുറച്ച് പാല് കൊണ്ടുവന്ന് കൊടുത്തു. പാൽ കുടിക്കാൻ റസൂലുള്ളാഹിക്ക് പാല് കൊണ്ടുവന്ന് കൊടുത്തു. റസൂലുള്ളാഹി അതിൽ നിന്ന് പാല് കുടിച്ചു. പാല് കുടിച്ച ശേഷം ഇത് എവിടേക്കാ കൊടുക്കേണ്ടത്? വലതുക്കോ ഇടതുക്കോ? എവിടെ കൊടുക്കണം? വലതിന് കൊടുക്കണം. വലതിന് കൊടുക്കലാണ് സുന്നത്ത്. അത് റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. എന്നാൽ വലതു ഭാഗത്തുള്ളത് ചെറിയ കുട്ടിയാണ്, ഇബ്നു അബ്ബാസാണ്. ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ചെറിയ കുട്ടിയോട് അനുവാദം ചോദിക്കുകയാണ്. ആ മകന്റെ അവസ്ഥയിലേക്ക് ഇറങ്ങിച്ചെന്ന് റസൂലുള്ളാഹി അനുവാദം ചോദിക്കുകയാണ്. മകനെ, ഇവിടെ വലിയ സ്വഹാബത്തുണ്ട്, കിബാരിങ്ങളായ നിന്നെക്കാൾ മുതിർന്ന സ്വഹാബത്തുണ്ട്, ഞാനിത് അവർക്ക് കൊടുത്തോട്ടെ എന്നാണ് പ്രവാചകന്റെ ചോദ്യം. റസൂലുള്ളാഹി അതങ്ങ് കൊടുത്താൽ ആരും പ്രവാചകനെ ചോദ്യം ചെയ്യില്ല. പക്ഷെ റസൂലുള്ളാഹി ആത്മാർത്ഥമായി അനുവാദം ചോദിച്ചു. പക്ഷെ ആ കുട്ടിയുടെ മറുപടി ലാ, കൊടുക്കാൻ പറ്റൂല റസൂലേ. ആ പാല് താങ്കളിൽ നിന്ന് എനിക്കുള്ള ഹക്കാണ്, അത് മറ്റൊരുത്തനും അഹദൻ ഒരാൾക്കും വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഈ കുട്ടിയുടെ സംസാരം കേട്ട് റസൂലുള്ളാഹി ആ തോൽപാത്രം മറ്റാരെയും പരിഗണിക്കാതെ ഈ കുട്ടിയുടെ കയ്യിൽ വെച്ച് കൊടുത്തു. ആ കുട്ടി അതിൽ നിന്ന് കുടിച്ച് ബാക്കിയുള്ളതാണ് ആ സദസ്സിലുള്ള മുതിർന്നവർക്ക് കൊടുത്തതെന്ന് ഹദീസിന്റെ താളുകളിൽ നമ്മൾ വായിക്കും. എല്ലാ രംഗത്തുള്ളവരോടും പ്രവാചകന്റെ പെരുമാറ്റം ഏറ്റവും ശ്രദ്ധേയവും ഏറ്റവും ശ്രേഷ്ഠവുമായിരുന്നു. ഉപദേശ സന്ദർഭത്തിൽ പോലും പലപ്പോഴും ഇന്ന് യുവത്വത്തിന് യുവാക്കൾക്കില്ലാതെ പോയത് ഒന്നതാണ്. പല ആൾക്കാർക്കും പല ആൾക്കാരോട് സംസാരിക്കാൻ പേടിയാണ്. ബാപ്പാക്ക് മക്കളോട് സംസാരിക്കാൻ പേടിയാണ്. കാരണം തൻ്റെ മകളുടെ വായിൽ നിന്ന് എന്ത് വരും എന്ന പേടിയാണ് പല രക്ഷിതാക്കൾക്കും. ഉപദേശിക്കാൻ പോലും പേടിയാണ്. റസൂലുള്ളാഹിന്റെ പള്ളിയിൽ, മദീനത്തെ പള്ളിയിൽ ഒരിക്കൽ ഇങ്ങനെ ജമാഅത്ത് നടക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് ഒരു സ്വഹാബി വര്യൻ, അദ്ദേഹം ഓടി വരുമ്പോ ജമാഅത്ത് റുക്കൂലെത്തിയിട്ടുണ്ട്. അപ്പൊ റക്അത്ത് നഷ്ടപ്പെടുമല്ലോ എന്ന പേടിയോടുകൂടി ഈ സ്വഹാബി വര്യൻ പള്ളിയുടെ വാതിൽ നിന്ന് തന്നെ റുക്കൂ ചെയ്തു. തക്ബീറത്തുൽ ഇഹ്റാമൊന്നും കെട്ടാതെ നേരെ റുക്കൂ ചെയ്തിട്ട് നേരെ ജമാഅത്തിൽ വന്നിട്ട് കയറി. നമ്മുടെ നാട്ടിൽ സാധാരണ ഒരു കഥ പറയലുണ്ട്. പണ്ടൊരാൾ ഇതേപോലെ തന്നെ പള്ളിയിൽ വന്നപ്പോൾ
ജമാഅത്ത് അത്തഹിയാത്തിലെത്തിയിട്ടുണ്ട്. മൂപ്പർ നേരെ വന്ന് അത്തഹിയാത്തിലിരുന്ന് അത്തഹിയാത്തൊക്കെ ഓതി സലാം വീട്ടിയതിന് ശേഷം അടുത്തുള്ള ആളോട് പറഞ്ഞു പോലും ഒതു എടുക്കാൻ നിന്നിരുന്നെങ്കിൽ ഈ അത്തഹിയാത്തും കൂടെ കിട്ടൂലേന്നു എന്ന് പറഞ്ഞൊരു കഥ നമ്മൾ കേൾക്കലുണ്ട്. ഈ രൂപത്തിൽ ഈ സ്വഹാബി വര്യൻ റുക്കൂലായിക്കൊണ്ട് ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കാളിയായി. നമസ്കാര ശേഷം സ്വഹാബത്ത് റസൂലുള്ളാഹിനോട് പറഞ്ഞു, റസൂലേ, ഇദ്ദേഹം ഇങ്ങനെ ഒരു പണി കാണിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനെ വിളിച്ചു വരുത്തിന. വിളിച്ചതിന് ശേഷം റസൂലുള്ളാഹിന്റെ ഉപദേശം, സാദക്കല്ലാഹു ഹിർസൻ, അല്ലാഹു നിന്റെ ആവേശത്തിന് പ്രതിഫലം നൽകട്ടെ. എന്നാൽ വലാ തഉദ്, ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് പ്രവാചകൻ സുന്ദരമായ രൂപത്തിൽ ആ വിഷയം കൈകാര്യം ചെയ്തു. ആദ്യം ആവേശത്തിനുള്ള പ്രാർത്ഥന, ശേഷം ഉപദേശം. ഈ സന്ദർഭം നമ്മുടെ പള്ളിയും നമ്മുടെ സംവിധാനങ്ങളുമായി ഒന്ന് ചേർത്ത് വെച്ച് നോക്കൂ. കമ്മിറ്റിക്കാരൻ, പള്ളിക്കത്തെ പ്രസിഡന്റ് ഇങ്ങനെ ഒരുത്തനെ പിടിച്ചു. പിന്നീട് ആ മനുഷ്യൻ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ആ പള്ളിക്ക് കാലെടുത്ത് വെക്കൂല. ആ കോലത്തിൽ അത് ഉപദേശിച്ച് കൊളമാക്കി കളയും. റസൂലുള്ളാഹിന്റെ എല്ലാ രംഗത്തുമുള്ള പെരുമാറ്റം ഏറ്റവും ശ്രദ്ധമായിരുന്നു. ഉസ്വത്തുൻ ഹസന എന്ന ശീർഷകത്തിൽ പ്രവാചക ജീവിതത്തെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എല്ലാ രംഗത്തും പ്രവാചകന്റെ ഉപദേശവും പ്രവാചകന്റെ സംസാരവും സുന്ദരമായ പെരുമാറ്റവും ആത്മാർത്ഥമായി ഏറ്റെടുക്കാൻ നമുക്ക് കഴിയണം. പ്രവാചക സ്നേഹം ആ രൂപത്തിലാണ്. പ്രവാചകന്റെ മഹനീയമായ ഈ ആദർശത്തെ, ഈ മൂല്യത്തെ, സ്വഭാവ സംസ്കാരത്തെ ജീവിതത്തിൽ പിൻപറ്റിയായിരിക്കണം റസൂലുള്ളാഹിനോടുള്ള സ്നേഹം നാം പ്രകടിപ്പിക്കുകയും അതിനെ അനുധാവനം ചെയ്യുകയും ചെയ്യേണ്ടത്.